നമസ്കാരം. മലയാളി വാർത്ത ഹെൽത്തിലേക്ക് സ്വാഗതം. വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതി മനുഷ്യന്റെ ചിന്തയ്ക്കും അപ്പുറം പറക്കുമ്പോൾ ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട ക്യാൻസറുകൾ ഒട്ടേറെ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ ആരോഗ്യത്തിന് ഭീഷണിയായി നിൽക്കുന്നു. അർബുദം എന്നാൽ മരണം എന്ന കാലത്തുനിന്ന് നമ്മൾ ഒരുപാട് ഇപ്പോൾ മുന്നേറിക്കഴിഞ്ഞു. കൃത്യമായ ചികിത്സയും പരിചരണവും കൊണ്ട് അർബുദത്തെ ഒരു പരിധിവരെയെങ്കിലും കീഴടക്കിയവർ ഒട്ടേറെയുണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ തലച്ചോറ്, നട്ടെല്ല്, അസ്ഥി, വായ, ശ്വാസകോശം എന്നിങ്ങനെ മിക്കവാറും അവയവങ്ങളെ അർബുദം ബാധിക്കാറുണ്ട്. എന്നാൽ ഹൃദയത്തിന് ക്യാൻസർ ബാധിച്ചതായി നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാകില്ല. അപ്പോൾ ഹൃദയത്തിന് ക്യാൻസർ ബാധിക്കുമോ? ക്യാൻസർ ഹൃദയത്തെ ബാധിക്കുകയില്ല എന്നാണ് പലരും വിശ്വസിച്ചിരുന്നത്. കാരണം ഹാർട്ട് ക്യാൻസർ എന്ന് പറയുന്നത് അത്ര സാധാരണമല്ല. പ്രൈമറി ഹാർട്ട് ക്യാൻസർ വളരെ വളരെ അപൂർവമാണ്. കാർഡിയാക് ട്യൂമർ എന്നും അറിയപ്പെടുന്ന ഈ അവസ്ഥ ശരീരത്തിലെ മൃദുകലകളിൽ ആരംഭിക്കുന്ന ഒരിനം ക്യാൻസറായ സർക്കോമ ആയാണ് തുടങ്ങുന്നത്. ഹൃദയത്തിന് ക്യാൻസർ ബാധിക്കാമെന്നും എന്നാൽ അത് അപൂർവങ്ങളിൽ അത്യപൂർവമാണെന്നും ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ഹൃദയം നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളുടെ പ്രത്യേകതയാണ് അതിന് കാരണം. വിഭജനം നടക്കാത്ത കോശങ്ങളാലാണ് ഹൃദയത്തിന്റെ നിർമ്മിതി. കോശങ്ങൾ അനിയന്ത്രിതമായി പെരുകുന്നത് വിഭജനം വഴിയാണ്. അപ്പോൾ വിഭജനം നടക്കുന്ന കോശങ്ങളിൽ ആ കോശവിഭജനം നിയന്ത്രണത്തിനും അപ്പുറമാകുമ്പോൾ ക്യാൻസർ ആകും. എന്നാൽ വിഭജിക്കുകയേ ഇല്ലാത്ത കോശങ്ങളിൽ അതിനുള്ള സാധ്യത തുലോം വിരളമാണ് എന്നതാണ് നമ്മൾ ഹൃദയത്തിന് ക്യാൻസർ വരില്ല എന്ന് വിശ്വസിക്കുന്നതിനുള്ള ഒരു കാരണം. പക്ഷേ ഹൃദയത്തിൽ മുഴകൾ ഉണ്ടാകാം. പക്ഷേ അവയിൽ ഭൂരിഭാഗവും നോൺ ക്യാൻസറസ് ആണ്. മിക്കവാറും മുഴകൾ ശസ്ത്രക്രിയ വഴി നീക്കം ചെയ്യാനുമാകും. ഹൃദയം, വാൽവുകളെയും പേശികളെയും ഒക്കെ അപൂർവമായി പക്ഷേ ക്യാൻസർ ബാധിക്കാറുണ്ട്. എന്നാൽ ശ്വാസകോശത്തിലോ കരളിലോ ഒക്കെ ബാധിച്ച ക്യാൻസർ സെക്കൻഡറി സ്റ്റേജിലെത്തുന്ന സാഹചര്യത്തിൽ ഹൃദയത്തിലേക്കും പടരുകയാണ് ചെയ്യുന്നത്. ഇത് സെക്കൻഡറി ഹാർട്ട് ക്യാൻസറിന് നയിക്കുന്നു. പ്രധാനമായും സ്തനങ്ങൾ, അന്നനാളം, ചർമ്മം, ശ്വാസകോശം, വൃക്കകൾ എന്നിവയിൽ നിന്നും ഹൃദയത്തിലേക്ക് ക്യാൻസർ വ്യാപിക്കാറുണ്ട്. നെഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന തൈമസ് ഗ്ലാൻഡ്, ലിംഫാറ്റിക് സിസ്റ്റം, രക്തം എന്നിവിടങ്ങളിലെ ക്യാൻസറുകളിൽ നിന്നും ഇത് ഹൃദയത്തിലേക്ക് വ്യാപിക്കാറുണ്ട്. ജീനുകളുടെ പ്രത്യേകത കൊണ്ട് ചില ആളുകൾക്ക് പ്രൈമറി ഹാർട്ട് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നും പറയുന്നു. ഒരു ജീനിൽ സംഭവിക്കുന്ന മ്യൂട്ടേഷൻ ആണ് ഇതിന് കാരണം. പ്രൊട്ടക്ഷൻ ഓഫ് ടെലോമിയേഴ്സ് പ്രോട്ടീൻ 1 അഥവാ POT1 എന്ന ജീനാണ് ഇത്. ഈ ജീൻ മ്യൂട്ടേഷൻ രക്ഷിതാവിൽ നിന്ന് കുട്ടികളിലേക്ക് പകരാം. കണക്റ്റീവ് ടിഷ്യൂ, മസിൽ സെൽസ് ഇവകളാൽ ഹൃദയം മൂടപ്പെട്ടിട്ടുണ്ട്. മിക്ക അവയവങ്ങളെയും എപ്പിത്തീലിയൻ കലകൾ ആവരണം ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ക്യാൻസർ സ്തനങ്ങളെയും പാൻക്രിയാസ്, ശ്വാസകോശങ്ങൾ, ചർമ്മം തുടങ്ങിയ അവയവങ്ങളെയും സാധാരണയായി ബാധിക്കുന്നത്. ഇതിന് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വളരെ പെട്ടെന്നുണ്ടാകുന്ന ഹൃദയസ്തംഭനമാണ് ഹാർട്ട് ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. മിക്ക ആളുകൾക്കും ശ്വാസതടസ്സം, കടുത്ത ക്ഷീണം, തളർച്ച ഇവ അനുഭവപ്പെടാം. ഹൃദയ ക്യാൻസറിന്റെ മറ്റു ലക്ഷണങ്ങൾ ഹൃദയമിടിപ്പ് വളരെ വേഗത്തിലാവുക, അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് ക്രമരഹിതമാകുക, നെഞ്ചുവേദന, ബോധക്കേട്, പെരികാർഡിയൽ എഫ്യൂഷൻ, ഹൃദയത്തിന് ചുറ്റും കൂടുതലായി ഫ്ലൂയിഡിന്റെ സാന്നിധ്യം, അതുപോലെ ശരീരഭാരം കുറയുക, കടുത്ത പുറംവേദന, ചുമച്ച് രക്തം തുപ്പുക, ഓർമ്മക്കുറവ് എന്നിവയാണ്. ഇനി ഹാർട്ട് ക്യാൻസർ ചികിത്സിക്കാനാകുമോ എന്നാണെങ്കിൽ കീമോതെറാപ്പിയോ റേഡിയേഷൻ തെറാപ്പിയോ രണ്ടും ഒരുമിച്ചോ ചെയ്യുന്നത് ഹൃദയത്തിലെ ട്യൂമർ ചുരുങ്ങാനും ലക്ഷണങ്ങൾ കുറയാനും സഹായിക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു. മറ്റൊരു ക്യാൻസർ ഹൃദയത്തിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ ആ പ്രൈമറി ക്യാൻസർ ചികിത്സയ്ക്കും ഇത് ഉപയോഗിക്കാം. ട്യൂമറിന്റെ വലിപ്പം, അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ഒപ്പം ആരോഗ്യം, പ്രായം ഇതെല്ലാം ആശ്രയിച്ചാണ് ചികിത്സ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം. ട്യൂമർ സർജറി വഴി നീക്കം ചെയ്യാനും സാധിക്കും. സർജറി അതീവ സങ്കീർണമായതിനാൽ ഏതെങ്കിലും സ്പെഷ്യാലിറ്റി സെന്ററിൽ ചെയ്യുന്നതായിരിക്കും ഉചിതം. അപൂർവം ചില കേസുകളിൽ ഹൃദയം നീക്കം ചെയ്ത് ഓപ്പറേറ്റ് ചെയ്തതിനു ശേഷം ഓട്ടോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന പ്രക്രിയ വഴി അത് തിരികെ സ്ഥാപിക്കും. ചില ഹൃദയ ശസ്ത്രക്രിയകളിൽ എന്ന പോലെ ശസ്ത്രക്രിയയുടെ സമയത്ത് ഒരു മെഷീൻ രക്തം പമ്പ് ചെയ്യും. ചില കേസുകളിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും നടത്തും. ഇതൊക്കെയാണെങ്കിലും ഹാർട്ട് ക്യാൻസർ സുഖപ്പെടുത്താനാവില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഹൃദയാർബുദത്തിന്റെ ലക്ഷണങ്ങൾ ട്യൂമറിന്റെ തരം, സ്ഥാനം എന്നിവയെല്ലാം അനുസരിച്ച് വ്യത്യാസപ്പെടാം. എന്നിരുന്നാലും നെഞ്ചുവേദന, ക്രമരഹിതമായ ഹൃദയമിടിപ്പ്, ശ്വാസം മുട്ടൽ, ക്ഷീണം, ബലഹീനത, കാലുകളിലും കൈകളിലുമുള്ള നീർവീക്കം, ബോധക്ഷയം അല്ലെങ്കിൽ തലകറക്കം എന്നിവ സാധാരണയായി കാണുന്ന ചില ലക്ഷണങ്ങളാണ്. അതുപോലെ പനി, വിറയൽ, ക്ഷീണം, രാത്രിയിൽ വിയർക്കൽ, ശരീരഭാരം കുറയൽ, സന്ധിവേദന തുടങ്ങിയ അണുബാധയ്ക്ക് സമാനമായ ലക്ഷണങ്ങളും ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്.
പ്രൈമറി കാർഡിയാക് ട്യൂമറുകൾ വളരെ അപൂർവമാണ് എന്നുള്ളതാണ് ഒരു സമാധാനം. മൈക്സോമയാണ് ഏറ്റവും സാധാരണമായ തരം. മൈക്സോമകൾ സാധാരണയായി ദോഷകരവും പലപ്പോഴും ഇടത് ആട്രിയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റ് നല്ല പ്രാഥമിക മുഴകളിൽ ലിപ്പോമകളും ഫൈബ്രോമകളും ഉൾപ്പെടുന്നു. സർക്കോമ പോലുള്ള മാരകമായ പ്രാഥമിക മുഴകൾ ഇതിലും അപൂർവമാണ്. ദ്രുതഗതിയിലുള്ള വളർച്ചയും മെറ്റാസ്റ്റാറ്റിസവും ഉപയോഗിച്ച് ആക്രമണാത്മക സ്വഭാവം പ്രകടിപ്പിക്കുന്നവയാണ് ഇവ. ഡയഗ്നോസ്റ്റിക് നടപടിക്രമങ്ങൾ എക്കോകാർഡിയോഗ്രാഫി, ഹൃദയഘടനകൾ ദൃശ്യവൽക്കരിക്കുന്നതിനും മുഴകൾ തിരിച്ചറിയുന്നതിനുമുള്ള എക്കോ ഉപകരണം കൊണ്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതി, ഇവയെല്ലാം തന്നെ ഹൃദയത്തിന്റെ തത്സമയ ചിത്രങ്ങൾ നൽകും. ട്യൂമറിന്റെ വലിപ്പവും സ്ഥാനവും വിലയിരുത്താൻ എക്കോ ചികിത്സയിലൂടെ സാധിക്കും. മാഗ്നറ്റിക് റിസൊണൻസ് ഇമേജിംഗ് (MRI) മൃദുവായ ടിഷ്യൂകളുടെ വിശദമായ ചിത്രങ്ങൾ നൽകുന്നു. ഇത് നല്ലതും മാരകവുമായ മുഴകൾ തമ്മിൽ വേർതിരിച്ചറിയാൻ സഹായിക്കും. പിന്നെ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാനിംഗ് ഹൃദയത്തിന്റെയും നെഞ്ചിന്റെയും ക്രോസ് സെക്ഷണൽ ചിത്രങ്ങൾ നൽകും. ട്യൂമർ വ്യാപനത്തെ വിലയിരുത്തുന്നതിന് ഇവയെല്ലാം സഹായിക്കും. അതുപോലെ ബയോപ്സി ഉണ്ട്. ട്യൂമർ തരം സ്ഥിരീകരിക്കുന്നതിന് ഹിസ്റ്റോളജിക്കൽ പരിശോധനയ്ക്കായി ടിഷ്യൂ സാമ്പിൾ നൽകുന്നതാണ് ഇത്. കാർഡിയാക് ട്യൂമറുകൾ അവയുടെ അപൂർവതയും അവ്യക്തവുമായ എറ്റിയോളജിയും കാരണം തടയുന്നത് വെല്ലുവിളിയായി തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. കാരണം അത് വളരെ അപൂർവമായതിനാൽ തന്നെ ചികിത്സാ രീതിയിലും ബുദ്ധിമുട്ടുകൾ തുടരുന്നുണ്ട്. എന്നിരുന്നാലും ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുക, പുകയില ഒഴിവാക്കുക, അപകട സാധ്യതാ ഘടകങ്ങൾ കൈകാര്യം ചെയ്യുക തുടങ്ങിയ പൊതുവായ ക്യാൻസർ പ്രതിരോധ തന്ത്രങ്ങൾ ഹൃദ്രോഗം, കാർഡിയാക് ട്യൂമറുകളുടെ സാധ്യത എന്നിവ പരോക്ഷമായി കുറയ്ക്കാം. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.